ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമറിന്റെ ക്ലാസ് ആണ്. ഇന്റർജംഗ്ഷന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്റർജംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ആൻഡ് ഇന്റർജംഗ്ഷൻ ഈസ് എ വേർഡ്, അതൊരു വേർഡാണ്, ഒരു വാക്കാണ്. യൂസ് ടു എക്സ്പ്രസ് സം സഡൻ ഫീലിങ്സ്, അതായത് നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ചില വാക്കുകൾക്ക് നമ്മൾ ഒരു വാചകങ്ങൾക്ക് നമ്മൾ ഒരു ഫീലിങ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇന്റർജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് കേൾക്കും, സഡനായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഫീലിങ്സും റിയാക്ഷൻസും ഒക്കെ കൊടുക്കും. നമ്മളിപ്പോ പറയും, ഇപ്പൊ ആരെങ്കിലും ആരെങ്കിലും കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഒരു അത്ഭുതം തോന്നും. കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇതാവും. ഇപ്പൊ ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ അതുപോലത്തെ ഷോക്കിംഗ് എക്സ്പ്രസ് ആയിരിക്കും നമ്മൾ ഇടുക. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്റർജംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഹേർട്ട് മൈ ഹാൻഡ്, കാരണം അയ്യോ ഞാൻ കൈ മുറിച്ചു എന്ന് പറയുന്നില്ല അത്. ഹീസ് ഡെഡ്, ഓ മരിച്ചു. യു ഹാവ് കം, നീ വന്നോ. വി ഹാവ് വൺ, ഞങ്ങൾ വിൻ ചെയ്തു. വി ഹാവ് വൺ ദി മാച്ച്, ഞങ്ങൾ മാച്ച് വൺ ചെയ്തു. ഐ ഹിയർ എ ഫുട്ബോൾ, വെൽ യു ഹാവ് കം ബാക്ക് അഗെയിൻ, നീ പിന്നെയും തിരിച്ചു വന്നോ. വി ഹാവ് വൺ ദി മാച്ച്, പിന്നെ ഞങ്ങൾ മാച്ച് വിജയിച്ചു. ഇതുപോലത്തെയൊക്കെ നമ്മൾ ഓരോന്ന് ഓഹോ അങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ അതുപോലത്തെയൊക്കെ ഇതാ വരുന്നത് ഇതിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻഫൈനറ്റീവ് വരുന്നത് നോക്കാം. ഇൻഫൈനറ്റീവ് ക്യാൻ ബി യൂസ് ലൈക്ക് എ നൗൺ. ഇൻഫൈനറ്റീവ് വെച്ചാൽ നൗണിനെ പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദി സബ്ജക്ട് ഓഫ് എ വെർബ്. വെർബ് ഒരു സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ സബ്ജക്റ്റിനെ പോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, as the object of a transitive verb, as the complement of verb and can objective complement. അതായത് വെർബിനെ പോലെ നമുക്ക് എന്താ പറയാ, ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഇതിലാണ് നമുക്കിത് വരുന്നത്. ഓക്കെ, ഇൻഫൈനറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ, അപ്പൊ അതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് സബ്ജക്ട് ഓഫ് ദി വെർബിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓബ്ജക്ട് ഓഫ് ദി ട്രാൻസിറ്റീവ് വെർബിന്റെ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റും ഓബ്ജക്റ്റും. അപ്പം അതുപോലെ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ആസ് ദി കോംപ്ലിമെന്റ് ഓഫ് വെർബ് ആൻഡ് ഓബ്ജക്ട് ഇതിൽ വരുന്നത്. സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഓബ്ജക്റ്റ്, അതുപോലെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ വരുന്നത്. ഓക്കെ, ദ ഇൻഫൈനറ്റീവ് ക്യാൻ ബി യൂസ് ടു ക്വാളിഫൈ എ ഹോൾ സെന്റൻസ്, ആണെങ്കിൽ എല്ലാ മൊത്തത്തിലുള്ള സെന്റൻസും നമ്മൾ ഇതിനെ ക്വാളിഫൈ ചെയ്ത് ഇതാക്കുന്ന പോലെയാണ് ഇൻഫൈനറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൊത്തത്തിലുള്ള സെന്റൻസിനെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് വരുന്നത്. എക്സാമ്പിൾ വന്നിട്ട് ടു ഗെയിൻ ഫെയിം ഈസ് നോട്ട് ഈസി ആസ് ദി സബ്ജക്ട്, ഇത് വന്നിട്ട് ആസ് ദി സബ്ജക്ട് ഓഫ് ദി വെർബായി ഇത് വരുന്നത്. ഓക്കെ, ഐ ലൈക്ക് ടു റീഡ് സ്റ്റോറീസ് ആസ് ദി ഓബ്ജക്ട് ഓഫ് ട്രാൻസിറ്റീവ്. നമുക്ക് പുസ്തകം വായിക്കാനായിട്ട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഓബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഹർ ഹോബി ഈസ് ടു പ്ലേ ദ പിയാനോ, അവളുടെ ഹോബി വന്നിട്ട് പിയാനോ കളിക്കലാണ്. അപ്പൊ അത് വന്നിട്ട് കോംപ്ലിമെന്റ് ഓഫ് എ വെർബ്. 3 രീതിയിലാണ് നമുക്ക് വരുന്നത്, അതായത് സബ്ജക്ട് ഓഫ് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, കോംപ്ലിമെന്റ് ഓഫ് എ വെർബ്. ഓക്കെ, ദ ഡ്രാമ ഈസ് അബൌട്ട് ടു ബിഗിൻ, ഡ്രാമ തുടങ്ങാൻ സമയമായി. ആസ് ദി ഓബ്ജക്ട് ഓഫ് എ പ്രപ്പോസിഷൻ ഇത് വരുന്നത്, ആസ് ദി ഓബ്ജക്ട് ഓഫ് എ പ്രപ്പോസിഷൻ വരും. ഓക്കെ, വി ഈറ്റ് ടു ലീവ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്വാളിഫൈ എ വെർബ്. ഇത് വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് വരുന്നത്. സ്റ്റുഡൻസ് ആർ ആൻഷ്യസ് ടു ലേൺ, ഇത് വന്നിട്ട് ടു ക്വാളിഫൈ എ നൗൺ, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് ഇത് വരുന്നത്. ടു ടെൽ ദി ട്രൂത്ത്, ഐ ഫർഗോട്ട് ദാറ്റ് ഐ പ്രോമിസ് ടു മീറ്റ് യു ദ ഈവനിങ്, ഇതെന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാണ്, ഞാൻ ഇവിടെ വൈകുന്നേരം മീറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. ടു ക്വാളിഫൈ എ സെന്റൻസിനെ ഒരു ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ബെയർ ഇൻഫൈനറ്റ് എന്ന് വെച്ചാൽ ദ ഇൻഫൈനറ്റീവ് വിത്തൗട്ട് ടു ഈസ് കോൾഡ് ബെയർ. ടു ഇല്ലാത്തതിനെയാണ് നമ്മൾ ബെയർ ഇൻഫൈനറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഡ്, ലെറ്റ്, മേക്ക്, നീഡ്, ഡെയർ, സീ, ഹിയർ എന്നീ വെർബുകൾക്കും ശേഷം ആണ് നമ്മൾ ബെയർ ഇൻഫൈനറ്റീവ് ഉപയോഗിക്കുന്നു.
ഇതൊക്കെ സെന്റൻസിൽ വന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇത് വേറെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ we didn't go to school. ഓക്കെ, ടു വരുന്നത് without to. ഓക്കെ, we let him go. He made him jump into the pit. He need not go today. He dare not oppose me. I saw him enter a theater. I heard her cry. ഇതെല്ലാം ഇതിനു മുമ്പേ വരുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ ഓരോരോ സെന്റൻസ് ഇത് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വേറെ ഇൻഫൈനറ്റീവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ റാദർ, ഹാഡ്, ബെറ്റർ, ബട്ട്, സേവ്, ദാൻ ഇവയ്ക്കു ശേഷം വേറെ ഇൻഫൈനറ്റീവ് ഇതിനും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഇൻഫൈനറ്റീവ് ഉപയോഗിക്കുന്നത്. ഐ വുഡ് റാദർ ഡൈ ദാൻ സിൻ. യു ഹാഡ് ബെറ്റർ ഗോ നൗ. ഷീ ഡസ് നത്തിങ് ബട്ട് ഈറ്റ് ആൻഡ് സ്ലീപ്പ്. ഐ കുഡ് ഡു നത്തിങ് സേവ് എക്സ്പ്രസ് മൈ ഡിസപ്രൂവൽ. ഹി വുഡ് സ്ട്രേവ് റാദർ ദാൻ ബെഗ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശേഷമാണ് നമ്മൾ ഇതിലും വേറെ ഇൻഫൈനറ്റീവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ഷാൾ, വിൽ, ഷുഡ്, വുഡ്, സോ, ഡസ്, ഡിഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മസ്റ്റ് എന്നീ ആക്സിലറിയിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ ശേഷം വേറെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വേറെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. യു ഷാൾ ഗോ ദർ. ഐ വിൽ ഡു ഇറ്റ്. ഹി മേ ഗോ. യു മസ്റ്റ് ഗോ. ഐ ക്യാൻ സ്വിം. ഇപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെന്റൻസിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലുകൾ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സ് വന്നെടുത്തോണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യും. അക്കൗണ്ടൻസിയും സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ അപ്പൊ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൻ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും bye bye, see you.